Hi friends, welcome to my channel. Today I am going to discuss regarding OET reading part B. Let's start. ഇന്ന് നമുക്ക് റീഡിംഗ് പാർട്ട് ബിയിലെ ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് റീഡ് ചെയ്തില്ല എങ്കിൽ ഇതിൻ്റെ ആൻസർ മിക്കപ്പോഴും തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ കൺഫ്യൂസിങ് ക്വസ്റ്റ്യനെ ഡീൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വെൻ ഡീലിംഗ് വിത്ത് പേഷ്യൻറ്റ് ഫോളോയിങ് എ സേഫ്റ്റി ഇൻസിഡൻറ്റ് സ്റ്റാഫ് മസ്റ്റ് അവോയ്ഡ്. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു സേഫ്റ്റി ഇൻസിഡൻറ്റിനെ തുടർന്ന് ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ എന്താണ് ആ സ്റ്റാഫ് മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഒരു സേഫ്റ്റി ഇൻസിഡൻറ്റിനെ തുടർന്ന് പേഷ്യൻറ്റിനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ആ സ്റ്റാഫ് എന്താണ് മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാഫ് മസ്റ്റ് അവോയ്ഡ് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നമ്മൾ ഈ സ്റ്റാഫ് മസ്റ്റ് അവോയ്ഡ് എന്നുള്ളൊരു വേർഡ് നമ്മൾ റൗണ്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് ഇത് ഉറച്ചു നിൽക്കാൻ സഹായിക്കും. അപ്പോൾ ഈ മസ്റ്റ് അവോയ്ഡ് എന്നുള്ള ഒരു വേർഡ് നമ്മുടെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ റൗണ്ട് ചെയ്യാൻ പറഞ്ഞത്. റൗണ്ട് ചെയ്ത് കാണപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ക്വസ്റ്റ്യൻ എപ്പോഴും നിൽക്കുകയും ചെയ്യും. നമ്മളതനുസരിച്ച് കറക്റ്റ് ആൻസേഴ്സ് ചൂസ് ചെയ്യാനും പറ്റും. ഇനി നമ്മൾ ആൻസർ ഓപ്ഷൻ നോക്കുവാണ്. വെൻ ഡീലിംഗ് വിത്ത് പേഷ്യൻസ് ഫോളോയിങ് എ സേഫ്റ്റി ഇൻസിഡൻറ്റ് സ്റ്റാഫ് മസ്റ്റ് അവോയ്ഡ് സേയിങ് എനിത്തിങ് അണ്ടിൽ ദ ഫാക്ട്സ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. ഇപ്പോൾ സ്റ്റാഫ് മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഫാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ ഒന്നും തന്നെ പറയരുത് എന്നാണ് എ ഓപ്ഷൻ പറയുന്നത്. ബി ഓപ്ഷൻ എന്താണ്? വെൻ ഡീലിംഗ് വിത്ത് പേഷ്യൻറ്റ് ഫോളോയിങ് എ സേഫ്റ്റി ഇൻസിഡൻറ്റ് സ്റ്റാഫ് മസ്റ്റ് അവോയ്ഡ് സ്പെക്കുലേറ്റിംഗ് ഓൺ പോസിബിൾ കോസസ് ഓഫ് ദ ഇൻസിഡൻറ്റ്. അതായത് സ്റ്റാഫ് മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഗസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഊഹിക്കരുത്. പോസിബിൾ കോസസ് ഓഫ് ദ ഇൻസിഡൻറ്റ്, ആ ഇൻസിഡൻറ്റിൻ്റെ പോസിബിൾ കോസസ് നമ്മൾ ഊഹിച്ചെടുക്കരുത് എന്നാണ് ബി ഓപ്ഷൻ പറയുന്നത്. സി ഓപ്ഷൻ എന്താണ് പറയുന്നത്? വെൻ ഡീലിംഗ് വിത്ത് പേഷ്യൻറ്റ് ഫോളോവിങ് ദ സേഫ്റ്റി ഇൻസിഡൻറ്റ് സ്റ്റാഫ് മസ്റ്റ് അവോയ്ഡ് കോൺട്രാഡിക്റ്റിംഗ് വാട്ട് ഹാസ് ബീൻ സെഡ് ബൈ അതർ സ്റ്റാഫ്. മറ്റ് സ്റ്റാഫ് പറഞ്ഞതിനെ കോൺട്രാഡിക്റ്റ് ചെയ്യരുത് എന്നാണ് സി പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞത് എന്താണ്? ഒരു ഫാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ ഒന്നും തന്നെ പറയരുത്. രണ്ടാമത്തേത് പറഞ്ഞത് നമ്മൾ ആ ഇൻസിഡൻറ്റ് പോസിബിൾ കോസസ് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യരുത്. മൂന്നാമത് പറഞ്ഞത് മറ്റുള്ള സ്റ്റാഫിനെ നമ്മൾ കോൺട്രാഡിക്റ്റ് ചെയ്യരുത്. ഇനി നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. പേഷ്യൻ്റ് സേഫ്റ്റി ഇൻസിഡൻസ് എന്നാണ് നമ്മുടെ ഹെഡിങ്. പാരഗ്രാഫ്: Information about a patient safety incident must be given to the patient and or their carers in a truthful and open manner by an appropriately nominated person. അതായത് ഒരു സേഫ്റ്റി ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ പേഷ്യൻറ്റിനോടോ അല്ലെങ്കിൽ അവരുടെ കെയറിനോടോ ട്രൂത്ത്ഫുള്ളായിട്ടും ഓപ്പൺ മാനറിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പേഴ്സൺ ഇൻഫോം ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. മസ്റ്റ് ബി ഗിവൺ ആണ് പറയുന്നത്. പേഷ്യൻസ് വാണ്ട് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ഓഫ് വാട്ട് ഹാപ്പൻ ദാറ്റ് കൺസിഡേഴ്സ് ദെയർ ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് ഈസ് ഡെലിവേർഡ് ഓപ്പൺലി. അപ്പം പറയുന്നത് എന്താണ്? പേഷ്യൻറ്റിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. എന്തിനെ പറ്റിയുള്ള? വാട്ട് ഹാപ്പൻ ദാറ്റ് കൺസിഡേഴ്സ് ദെയർ ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് ഈസ് ഡെലിവേർഡ് ഓപ്പൺലി. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ഓൾസോ ബി ടൈംലി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടൈംലി ആയിരിക്കണം എന്നാണ് പറയുന്നത്. പേഷ്യൻസ് ആൻഡ് ഓർ കെയറർ ഷുഡ് പ്രൊവൈഡഡ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് വാട്ട് ഹാപ്പൻ ആസ് സൂൺ ആസ് പ്രാക്ടിക്കബിൾ. അതായത് പേഷ്യൻറ്റിനോടോ അല്ലെങ്കിൽ അവരുടെ കെയറിനോടോ നമ്മൾ ടൈംലി ഒരു സംഭവം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ആ ടൈംലി തന്നെ അപ്പോൾ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അവരോട് ഇൻഫോം ചെയ്യണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ദാറ്റ് എനി ഇൻഫർമേഷൻ ഗിവൺ ഈസ് ബേസ്ഡ് സോൾലി ഓൺ ദ ഫാക്ട്സ് നോൺ അറ്റ് ദ ടൈം. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ദാറ്റ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
മസ്റ്റിൻ്റെ ഒരു സിനോണിമാണ് അല്ലേ. ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ. അപ്പോൾ അവിടെ പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദാറ്റ് എനി ഇൻഫർമേഷൻ ഗിവൺ ഈസ് ബേസ്ഡ് സോൾലി ഓൺ ദ ഫാക്ട്സ്. സോൾലി മീൻസ് ഒള്ളി, അതായത് നമ്മൾ എന്ത് ഇൻഫർമേഷൻ ആയാലും കൊടുക്കുന്നത് അത് ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. സോൾലി ഒള്ളി ഓൺ ദ ഫാക്ട്സ്, ഫാക്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ ഇൻഫർമേഷൻ പേഷ്യൻറ്റിനോടോ അവരുടെ കെയററോടോ ഇൻഫോം ചെയ്യാവുള്ളൂ എന്നാണ് പറയുന്നത്. ഹെൽത്ത് കെയർ സ്റ്റാഫ് ഷുഡ് എക്സ്പ്ലെയിൻ ദാറ്റ് ന്യൂ ഇൻഫർമേഷൻ മേ എമേർജ് ആസ് ആൻ ഇൻസിഡൻറ്റ് investigation is undertaken and patient and or their carers will be kept up to date with the progress of an investigation. അതായത് ഇപ്പം നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ് അല്ലേ, ഒരു സേഫ്റ്റി ഇൻസിഡൻറ്റിനെ തുടർന്ന് അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ആ പ്രോഗ്രസ്, ഇൻവെസ്റ്റിഗേഷനിലുള്ള പ്രോഗ്രസ്സൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ പേഷ്യൻറ്റിനെയോ അല്ലെങ്കിൽ കെയററിനെയോ ഇൻഫോം ചെയ്യണം എന്നാണ് പറഞ്ഞത്. The duty of candor regulation required that information be given as soon as is reasonably practicable and be given in writing no later than 10 days after the incident was reported through the local system. അപ്പം പറഞ്ഞത് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നോ ലേറ്റർ ദാൻ 10 days, അതായത് മാക്സിമം 10 days. നോ ലേറ്റർ ദാൻ എന്ന് വെച്ചാൽ മാക്സിമം, മിനിമം എന്നുള്ളത് നോ ലെസ് ദാൻ. അപ്പോൾ നോ ലേറ്റർ ദാൻ എന്ന് വെച്ചാൽ മാക്സിമം 10 daysനുള്ളിൽ തന്നെ നമ്മൾ ഇതിൻ്റെ റിപ്പോർട്ട്, ഈ ഇൻസിഡൻറ്റ് ഉണ്ടായി മാക്സിമം 10 daysനുള്ളിൽ നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. ദ ഇൻസിഡൻസ് വാസ് റിപ്പോർട്ടഡ് ത്രൂ ദ ലോക്കൽ സിസ്റ്റം. ആ ലോക്കൽ സിസ്റ്റത്തിലൂടെ നമ്മൾ ആ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആൻസർ ഓപ്ഷൻസ് നോക്കാം. എ ഓപ്ഷൻ പറഞ്ഞത് എന്താണ്? സ്റ്റാഫ് മസ്റ്റ് അവോയ്ഡ് സേയിങ് എനിത്തിങ് അണ്ടിൽ ദ ഫാക്ട്സ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. ഫാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ നമ്മളൊന്നും പറയരുത് എന്ന്. അങ്ങനെ എന്തെങ്കിലും അവിടെ പറയുന്നുണ്ടോ? നമ്മളോട് പറഞ്ഞത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ഓൾസോ ബി ടൈംലി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടൈംലി ആയിരിക്കണം, അതായത് അപ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ അപ്പം തന്നെ പറയണം. അതായത് പിന്നെ അവിടെ പറയുന്നുണ്ട് ആ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഫാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ? അപ്പം നമുക്ക് എ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇനി ബി ഓപ്ഷൻ നോക്കുക. സ്പെക്കുലേറ്റിംഗ് ഓൺ ദ പോസിബിൾ കോസസ് ഓഫ് ദ ഇൻസിഡൻറ്റ്. യെസ്, അതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത് അല്ലേ? എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ദാറ്റ് എനി ഇൻഫർമേഷൻ ഗിവൺ ഈസ് ബേസ്ഡ് ഓൺലി ഓൺ ദ ഫാക്ട്സ് നോൺ അറ്റ് ദ ടൈം. അതായത് അവിടെ പറയുന്നത് എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ളത് മാത്രമായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഫാക്റ്റ് മാത്രമേ നമ്മൾ പറയാവൂ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പറയാതെ പറയുന്ന കാര്യം? സ്പെക്കുലേറ്റ് ചെയ്യുന്നത്, പോസിബിൾ കോസസ്, ആ ഇൻസിഡൻറ്റിൻ്റെ പോസിബിൾ കോസസ് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യരുത് എന്നാണ് അല്ലേ? സത്യം മാത്രമേ പറയാവുള്ളൂ, അതിൻ്റെ ഫാക്റ്റ് മാത്രമേ പറയാവുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക എന്നല്ലേ? അങ്ങനെയാണ് നമ്മുടെ ബി ഓപ്ഷൻ ആൻസറായിട്ട് വരുന്നത്. ഇനി സി എന്താണ്? കോൺട്രാഡിക്റ്റിംഗ് വാട്ട് ഹാസ് ബീൻ സെഡ് ബൈ അതർ സ്റ്റാഫ്. മറ്റു സ്റ്റാഫ് പറയുന്നതിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുക. അങ്ങനെ അതർ സ്റ്റാഫിൻ്റെ കാര്യം ഒന്നും തന്നെ നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നില്ല. അപ്പം നമുക്ക് സി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡീൽ ചെയ്യേണ്ടത്. അതായത് മസ്റ്റ് അവോയ്ഡ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് മസ്റ്റ് അവോയ്ഡ് എന്നുള്ള ഒരു വേർഡ് നമ്മൾ റൗണ്ട് ചെയ്യുക. എന്നിട്ട് ആ ക്വസ്റ്റ്യനോട് ചേർത്ത് തന്നെ ആൻസർ ഓപ്ഷൻ റീഡ് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് കറക്റ്റായിട്ടുള്ള ആൻസർ തിരഞ്ഞെടുക്കുക. ഇപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യനോട് കൂടി ചേർത്ത് ആൻസർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും അല്ലേ, എന്തായിരിക്കും നമ്മുടെ ആൻസർ എന്നുള്ളത്. പിന്നെ നമ്മുടെ പാരഗ്രാഫൂടെ റീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.